നമുക്ക് ഭാഗ്യമുണ്ട്. ആദ്യം നമ്മളാണ് എത്തിയത്. എനിക്ക് പേടിയായിട്ട് വയ്യ. എന്നെ കണ്ടിട്ടാ? അല്ല, ഇന്ന് എനിക്കും ചേച്ചിക്കും ഭാഗം വെക്കല്ലേ അച്ഛൻ. അത് വല്ലതും കിട്ടുമാവോ? അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ അതിനിടയ്ക്കിടയ്ക്ക് അച്ഛന്റെ അടുത്ത് പോയിട്ട് പൈസ മേടിക്കും. ഇപ്പൊ തന്നെ 2 ലക്ഷം രൂപയാ ബിസിനസ്സാന്നും പറഞ്ഞ് കൊണ്ട് കളഞ്ഞത്. എടി, ആ പൈസ കൊണ്ടല്ലേ ഞാൻ ക്രിസ്മസ് കേക്കും ക്രിസ്മസ് ട്രീയും ഒക്കെ ഉള്ള ഒരു സ്റ്റാൾ തുടങ്ങിയത്. പിന്നെ ബിസിനസ് ആകുമ്പോ ചിലപ്പോ പൊട്ടിയെന്നിരിക്കും, സ്വാഭാവികം. അതെ, അത് ക്രിസ്മസിനാണ് തുടങ്ങേണ്ടത്, അല്ലാതെ വിഷുവിനല്ല. അത് അച്ഛനോട് പറഞ്ഞു കൊടുത്താല് അച്ഛൻ സമ്മതിച്ചോളും. എന്താ? അല്ല, തിരുവോണത്തിന്റെ അന്ന് കരോളം കൊണ്ട് പോയതല്ലേ നിന്റെ അച്ഛൻ. അതെ, ഒരു കാര്യണ്ട്. അച്ഛന് തിരുവനന്തപുരത്ത് ആരും കാണാത്തൊരു ഫ്ലാറ്റ് ഉണ്ട്. അതെന്താ, കുഴിച്ചിട്ടാക്കിയാണ്? അല്ല, ചേച്ചിമാരും കാണാത്ത ഫ്ലാറ്റ് ഉണ്ട്. അതിന്റെ ബാത്റൂം എന്ന് പറഞ്ഞ 5ാമത്തെ നിലേന്റെ മേളിലാ. ബാത്റൂം 5ാമത്തെ നിലന്റെ മുകളിലാണ്. എന്താ അത് വേണ്ട? അതെന്താ? പറന്ന് കാര്യം സാധിക്കാൻ ഭരതം കാക്കയല്ല. പറഞ്ഞാ പറ്റൂല, നല്ലതായിട്ട് വിചാരിച്ച നടക്കും. എന്ത് പറന്ന് സാധിക്കാനാ? അതല്ല, ഫ്ലാറ്റ് മേടിക്കാൻ. ഇനി ഫ്ലാറ്റ് എവിടെ മേടിക്കാൻ വരട്ടെ? ആദ്യം ഇവിടെ വന്നിട്ട് അച്ഛൻ്റെ എന്തെങ്കിലും മേടിക്കാൻ നോക്കും. ഞാനതല്ല ആലോചിക്കണത്. നിന്റെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവിനും ഇവിടെ കാണാനില്ലല്ലോ. അവര് വല്ല മിമിക്രി ആർട്ടിസ്റ്റ് വേണം. ഒരു ടൈമിംഗ് പോയില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വന്ന സ്ഥിതിക്ക് അച്ഛനെ വിളിക്കാം. ഒരു മിനിറ്റ്, അച്ഛൻ വരുമ്പോഴേ അച്ഛന് നല്ല സോപ്പ് ഇട്ടിട്ട് തലയിൽ കയറ്റി വെക്കണം. എന്നാ ആ തല കൊണ്ടിട്ട് വാഷിംഗ് മെഷീനിൽ വെച്ചാ സ്നേഹിച്ച് തലയിൽ കയറ്റി വെക്കണം എന്നാ പറഞ്ഞേ. എടി, നിന്നെ ഞാൻ എങ്ങനെയാണ് കയറ്റി വെച്ചാക്കണത്? ഈ കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണോ? അച്ഛാ, അച്ഛാ. ഓ, അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള അച്ഛന്റെ ഇളയ മോളും അവക്ക് തീരെ താല്പര്യമില്ലാത്ത ഭർത്താവും വന്നച്ഛാ. തെന്നതാടി വന്ദേ ഭാരതാണോ പോയത്? അല്ല, എന്റെ ഭർത്താവ് ഭരതൻ. അവരെന്തിനാ അങ്ങോട്ട് പോയത്? കലവൂരി പോയിട്ട് ഞാൻ എന്നെ എടുക്കാനാണ്. നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞോണ്ട് ഇതുപോലെ ആർത്തി കാണിക്കരുതെന്ന്. എടാ, കഞ്ഞി വേണമെങ്കിൽ ഞാൻ വിളമ്പി തരത്തില്ലായിരുന്ന. എന്തിനാണ് കഞ്ഞി കലത്തിൽ തലയിട്ടത്? അച്ഛന്റെ തലയിൽ കയറ്റി വെക്കാൻ നോക്കിയത്. എന്നിട്ട് കലവാണല്ലോ കയറ്റി വെച്ചത്. കലം അവിടെ ഇരിക്കട്ടെ, ആദ്യം സ്ഥലത്തിന്റെ കാര്യം പറ. എടാ, എന്തൊക്കെ പറഞ്ഞെന്താ പറയുക, ഇവക്കടെ ചേച്ചിയും ഭർത്താവും കൃത്യസമയത്ത് ഇവിടെ വരികയും ചെയ്ത് അവക്ക് കൊടുക്കാനുള്ള എല്ലാം ഞാൻ എഴുതി കൊടുക്കുകയും ചെയ്തു. അത് കൊള്ളാം. അവർക്ക് എന്തെങ്കിലും കൊടുക്കണോണ്ട് എനിക്ക് സന്തോഷമുള്ളൂ. കാരണം ഇവളുടെ ചേച്ചി എന്ന് പറഞ്ഞ എന്റെ പെങ്ങളാ. ഈ നിസാര കാര്യം കൊണ്ട് അവളുടെ കണ്ണീര് ഇവിടെ വീഴാനായിട്ട് ഞാൻ സമ്മതിക്കൂല. നിന്റെ നല്ല മനസ്സാടാ. അവർക്ക് എന്ത് കൊടുത്ത്? അവർക്ക് ഞാൻ ആ വീട് അങ്ങോട്ട് കൊടുത്തു. ഞങ്ങൾക്ക് എന്ത് തന്നു? നിങ്ങൾക്ക് വീടിന്റെ തെക്ക് വശത്തുള്ള കുളം. എന്നാണ് കുളം? കൊള്ളോ? ഇത് ഒരുമാതിരി കുളത്തിൽ ഇടപാടായി പോയല്ലോ. കിട്ടിയതിന്റെ അകത്ത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാൻ നോക്കടാ. ഞാനേ ആഫ്രിക്കൻ മുഷിയല്ല കുളത്തിൽ കിടക്കാനായിട്ട്. അവൾക്ക് വീടും ഞങ്ങൾക്ക് വെറും കുളവും. എടാ, നിനക്ക് വീട് തന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് നീ അത് വിറ്റിട്ട് അത് കുളവാക്കും. അതിലും ഭേദം ആ തെക്കേ പറമ്പിൽ കുളം തന്നെ. ഒരിക്കലും എന്റെ തലയിൽ കയറ്റി വെച്ചിട്ട് ഇപ്പൊ എന്റെ ജീവിതം തന്നെ കുളമാക്കി വെച്ചേക്കാണ്. പിന്നെ എന്താ അറിയണ, വാരിക്കൊരു കുളം. ഇനി എന്റെ മര്യാദ ഇയാൾ കാണാൻ പോകണുള്ളൂ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, മര്യാദക്ക് അവളെ വിളിച്ചിട്ട് ആ വീടും പറവും ഇവിടെ തിരിച്ചു മേടിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ മൂത്ത മോള് ഇവിടെ തിരിച്ചു വരും. എങ്ങനെ? ഞാൻ വിളിച്ചു പറയും. എന്തും പറഞ്ഞു? കല്യാണത്തിന് മുമ്പ് അവള് വേറൊരുത്തിനുമായിട്ട് ഒളിച്ചോടിയെന്ന്. മനുഷ്യ, നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത് എന്റെ ചേച്ചി നിങ്ങളുടെ പെങ്ങളാണെന്നും അവളെ കണ്ണീര് ഇവിടെ വീട്ടാൻ സമ്മതിക്കൂലെന്നൊക്കെ? ഇവിടെ വീഴ്ത്താൻ സമ്മതിക്കൂലെന്നല്ലേ, അവിടെ വീഴ്ത്താല്ലോ. നീ ഒരു കാര്യം ഓർത്തോണം, ഇവിടെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഞാനാ. ഈ കാണുന്നതൊക്കെ എന്റെ അച്ഛന്റെ വിയർപ്പ് കൊണ്ടുണ്ടാക്കിയതാ. ഇതൊക്കെ അച്ഛന്റെ വിയർപ്പ് കൊണ്ടുണ്ടാക്കിയതാണ്. എന്നാ വേർപ്പിച്ച നേരം കൊണ്ട് അച്ഛനെ കൊണ്ട് ഇത്തിരി മൂത്രം ഒഴിപ്പിക്കാതിരിക്കില്ലേ? കേരളത്തിന്റെ പകുതിയെങ്കിലും കയ്യിലിരുന്നാലല്ല. എന്റെ പൊന്നുമോളെ, ഈ കുളം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. എന്തുപകാരം? കുളം കര കളിക്കാനാ? ഈ ഒറ്റ കുളം മതി നിനക്ക് രക്ഷപ്പെടാൻ. എങ്ങനെ രക്ഷപ്പെടാ? അതൊന്ന് പറയും. എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കുളത്തിലെ അപൂർവയിന് ഒരു നക്ഷത്രാമയുണ്ട്. ഏതരാമ? നക്ഷത്രാമ. അതിനല്ല, നിസാരാമയാണാ. ഈ നിക്കണത് നിന്റെ അച്ഛനാണ് അല്ലെങ്കിൽ ഓന്താണ്? ഇങ്ങനെ തരത്തിന്
പലതരത്തിലും നിറം മാറിക്കൊണ്ടിരിക്കല്ലേ. നേരത്തെ പറഞ്ഞു നക്ഷത്രാമയാണെന്ന്, ഇപ്പൊ പറഞ്ഞു നിസാരാമയാണെന്ന്. ഈ നക്ഷത്രാമ നിസാരാമയല്ല, ഇത് കൊണ്ടുപോയി വിറ്റാൽ ലക്ഷങ്ങൾ നിന്റെ കൈ കിട്ടും. ഈ ലക്ഷങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ നാട്ടുകാരുടെ മുമ്പിൽ നിനക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കാം. ഈ ആമനെയും കൊണ്ട് ഞാൻ പോകുമ്പോ ഫോറസ്റ്റുകാർ പിടിച്ചാലേ എന്റെ തലയിൽ മുണ്ടിട്ട് നടക്കാം. പിന്നെ ഞാൻ നാട്ടുകാരുടെ മുഖത്ത് നോക്കുമ്പേ ആമ തലവലിക്കുന്നോട്ട് ഇങ്ങനെ പോകട്ട് വരും. ഫോറസ്റ്റുകാരെ ഇത് കാട്ടിലെ കാര്യ നോക്കണത്, ഇത് വെള്ളത്തിൽ കിടക്കുന്ന സാധനമല്ലേ. അയ്യോ, അപ്പൊ വാട്ടർ അതോറിറ്റിക്കാരല്ലേ പിടിക്കുക? എന്തൊക്കെയാണ് ഈ പറയണത്? നിങ്ങൾ ആദ്യം ഈ ആമേനെ കരക്ക് കയറ്റാനുള്ള ഒരു പരിപാടി ആലോചിക്ക്. ഈ ആമനെ കരക്ക് കയറ്റാനായിട്ട് 2 കുങ്കിയാമകളെ കൊണ്ടുവന്നാലാ. എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഇവന്റെ ചെലവ് കാശൊന്നും ഞാൻ തരത്തില്ല. എനിക്കാരുടെയും ചെലവാശൊന്നും വേണ്ട. ഞാനേ കഴുതയെ പോലെ പണിയെടുത്തിട്ടാണ് ഞാൻ ഇവിടെ നോക്കണത്. എന്നെ ഇവിടെ പട്ടിനെ പോലെ ആക്കിയില്ലേ. ഞാൻ ചോദിച്ചോട്ടെ, ചോദിക്ക്. സത്യത്തിൽ നീ കഴുതയാണോ അതോ പട്ടിയാണോ? ഈ കൊല കണ്ടപ്പോഴേ എനിക്ക് തോന്നി. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പട്ടി. എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഞാൻ ഡൈവോഴ്സ് ചെയ്യും. എന്റെ പൊന്നോ, നീ അവത്തൊന്നും കാണിക്കല്ലേ. നീ ആദ്യം നിനക്ക് കിട്ടിയ കോളത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്ക്. എനിക്കെന്തെങ്കിലും കിട്ടി അതെങ്ങനെ കൊളാക്കുമെന്നാ ഞാൻ ചിന്തിക്കും. ഇതാ നിനക്കൊരു തേങ്ങ ഞാൻ തരാം. അങ്ങനെ മുട്ടാപ്പോക്ക് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഇറക്കി വിടാൻ നോക്കണ്ട. എനിക്ക് കിട്ടാനുള്ളത് മേടിച്ചിട്ടാ ഞാൻ ഇവിടുന്ന് പോകുള്ളു. പലത കണ്ട ഒരു കുളം പോയി കഴിഞ്ഞാൽ ഈ ശേഖരന് പുല്ല. ഇനി നീ ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നാ കുഞ്ഞനന്തനെ കൊന്ന തോക്കിവിടെ ഇരിപ്പുണ്ട്, അതെടുത്ത് ഞാൻ പൊട്ടിക്കും. ഓഹോ, കൗണ്ടറുകളില്ലാഞ്ഞിട്ട് രാവണപ്രഭുവിലെ നെപ്പോളിയൻ കളിച്ച് കയറ്റുവാ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് കിട്ടാനുള്ളത് ഇപ്പൊ കിട്ടണം. ഈ ഇവിടുത്തെ ഭാഗത്തിന്റെ പകുതി എനിക്ക് കിട്ടണം. എന്താ അത്? ഭാഗത്തിന്റെ പകുതി ഞങ്ങളിട്ട് വലിപ്പിച്ചതിന്റെ മരുമോനെ. പ്രവീൺ ചേട്ടന്റെ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഞാനൊരു കാര്യം പറയട്ടെ, നീ ഇതുവരെ ബൈജുക്കുട്ടാണ് നല്ല ലുക്കെന്നോ അടിപൊളിയെന്നോ പറയാത്തോണ്ട് അയാൾ ഇപ്പൊ എല്ലാ സ്കിറ്റിലും വിഗ് വെച്ച് പറഞ്ഞു. എന്നിട്ട് പോലും നീ അങ്ങോട്ട് നോക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഒരു സംഭവം ശ്രദ്ധിച്ചാ? കല വിളക്കിയപ്പം ബൈജു ഇങ്ങനെ പിടിച്ചേക്കണം. അതിന്റെ കൂടെ കയറി വിഗ് പോന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നല്ല ലുക്കാണ് ബൈജു കുട്ടാ, നല്ല ലുക്ക്. അടിപൊളി ചേച്ചി. ഇത് പറയിപ്പിക്കാൻ ബൈജുണ്ണ എന്തിന് എലീന പഠിക്കലിന്റെ ആര് പറഞ്ഞത്? ഭയങ്കരമായിട്ട് നമ്മളും അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് ചിരിച്ചു, നന്നായിട്ട് എൻജോയ് ചെയ്തു. എന്തായാലും ഇതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ബാറ്ററിയോട് ചോദിക്കണം. ചോദിക്കാല്ലേ? ബാറ്ററി ഒന്ന് കാണിച്ചു തരൂ എത്രയാണെന്നുള്ളത്. ബാ. സൂപ്പർ 36,000 rupees ആണ് ലഭിച്ചിരിക്കുന്നത്. ശ്വേത ചേച്ചി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തോ. സൂപ്പർ.